ഹായ് മക്കളെ, CUT എക്സാമിനേഷൻ ഇങ്ങ് പടിവാതിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും പല പല സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് CUT എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ബയോളജി എക്സാമിനേഷൻ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ ചോദിക്കുന്നത്, അതുപോലെ ഫുൾ മാർക്ക് നമുക്ക് എങ്ങനെ ബയോളജിയിൽ വാങ്ങാം. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റേത് സബ്ജക്റ്റിലും നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധ്യമാകാത്തൊരു കാര്യമാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത്. എന്നാൽ അത് സാധ്യമാകുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. ബയോളജിയിൽ ആകെ 2 ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. NCERT ടെക്സ്റ്റ് ബുക്ക് അല്ലെ, ഒരു +1 ടെക്സ്റ്റ് ബുക്കും ഒരു +2 ടെക്സ്റ്റ് ബുക്കും. ഇത് വളരെ കൃത്യമായി വായിച്ച് എല്ലാ പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെച്ചാൽ ഉറപ്പാണ് മക്കളെ നമുക്ക് ഫുൾ മാർക്കും അതിനകത്ത് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം ഇതിനകത്ത് കാൽക്കുലേഷൻസ് ഒന്നുമില്ല, എല്ലാം സെന്റൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കാനുള്ള ഫിനോമിന ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അത് ഓപ്ഷൻസ് എല്ലാം നമ്മൾ കണ്ടുപരിചിതമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന എല്ലാം തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിൽ നിന്നും ശരിയായ ആൻസർ ചൂസ് ചെയ്ത് അത് ബബിൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ടാസ്ക് ആയിട്ട് വരുന്നത്. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ബയോളജി ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എത്ര ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പറയാം. മക്കളെ, മൊത്തം 50 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇതിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. പക്ഷെ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നത് 45 മിനിറ്റ്സ് ആണ്. അപ്പൊ അതിന് ചെറിയൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഈ 50 ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാൻ 50 മിനിറ്റ് നമുക്ക് ഇല്ല ആക്ച്വലി. അപ്പൊ കുറച്ചൊന്ന് വേഗത കൂട്ടി ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കേണ്ടി വരും, ആൻസർ ചെയ്യേണ്ടിയും വരും. പക്ഷെ എന്നാലും ആ ഒരു വെപ്രാളത്തിനിടയിൽ നമുക്ക് ഏതെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ ഡൗട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ ചാടിക്കേറി ആൻസർ ചെയ്യരുത്. കാരണം ഒരുപാട് കുട്ടികൾക്ക് ബയോളജിയിൽ മാർക്ക് നെഗറ്റീവ് അടിക്കുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ അതുകൊണ്ട് ചാടിക്കേറി ആൻസർ ചെയ്ത് ഡൗട്ട് തോന്നിയാൽ നിങ്ങൾക്ക് റിവ്യൂവിന് വേണ്ടി തൽക്കാലം അതങ്ങ് മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് എല്ലാം വായിച്ച് അവസാനം നിങ്ങൾക്ക് ടൈം കിട്ടും. കാരണം ബയോളജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 30-35 മിനിറ്റ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 50 ചോദ്യങ്ങൾക്ക് അത്ര തന്നെ സമയം ധാരാളമായിരിക്കും. നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റോളം നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് 1-2 ഓപ്ഷൻ ചിലപ്പോൾ ഡൗട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ആ ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്ത് ഒന്നുകൂടി ഉറപ്പിച്ച് ആ നിങ്ങളുടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് നിങ്ങളുടെ ഓപ്ഷൻ കൊണ്ടെത്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് ബബിൾ ചെയ്യാവൂ. അപ്പൊ നിങ്ങൾക്കറിയാം, ബയോളജി എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ CUT എൻട്രൻസ് എഴുതുന്ന ഒരുപാട് കുട്ടികൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ CBT മോഡലിൽ നിന്ന് മാറ്റി പെൻ ആൻഡ് പേപ്പർ മോഡലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെൻ ആൻഡ് പേപ്പർ മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കൽ നമ്മളത് ബബിൾ ചെയ്താൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. CBT ആയിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇനിയിപ്പോൾ അത് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോന്നും നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ബയോളജിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സംഭവിക്കുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പം തന്നെയായിരിക്കും, ആൻസറും എളുപ്പം തന്നെയായിരിക്കും. പക്ഷെ ചാടിക്കേറി എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റുത്തരമായിരിക്കും മാർക്ക് ചെയ്യുന്നത്. നെഗറ്റീവ് ആണ് ആക്ച്വലി ബയോളജിയിൽ മാർക്ക് കുറയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾക്ക് ഉണ്ടാവാതെ നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഇനി ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ബയോളജിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നോക്കാം. ഓഫ് കോഴ്സ് നമുക്കറിയാം, ഡിലീറ്റഡ് പോർഷൻ എന്നൊരു സാധനം CUT ഇല്ല. CUT NCERT ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ +2 ടോപ്പിക്കിൽ വരുമ്പോൾ ഉറപ്പ് അത് നീറ്റിലാണെങ്കിലും ശരി CUT ആണെങ്കിലും ശരി ഈ രണ്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ജെനറ്റിക്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വേരിയേഷൻ, ദെൻ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷൻ, അതുപോലെ ഡിലീറ്റഡ് ആയിരുന്ന റീപ്രൊഡക്ഷൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്റർ, ഇതൊക്കെ നന്നായിട്ടൊന്ന് ഡീൽ ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ ബയോടെക്നോളജി, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാം. കാരണം ബയോടെക്നോളജി എന്ന് പറയുന്നത് ബയോളജിയുടെ വലിയൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആ സെക്ഷനിൽ നിന്നും കൂടുതലായിട്ട് ചോദിക്കാം. ഇനി കുറവ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്നും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പക്ഷേ ഈ വർഷം ചിലപ്പോൾ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബയോളജി ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കണം. പ്ലാന്റ് ഫിസിയോളജിയും അതുപോലെ തന്നെ നമ്മുടെ ജെനറ്റിക്സിനാണ് കൂടുതൽ ത്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. കാരണം അവിടെ നിന്നാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരിക. പക്ഷേ എന്നാലും മറ്റ് മേഖലകളും കൃത്യമായിട്ട് നോക്കി നമ്മൾ ടെക്സ്റ്റിലുള്ള ഓരോ പോയിന്റ്സും വായിച്ച് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഫുൾ മാർക്ക് നമുക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും കളയരുത്. കാരണം മറ്റ് സബ്ജക്റ്റുകൾക്കും നമ്മൾ കണക്ക് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ വായിച്ച് പോയിന്റ് ബൈ പോയിന്റ് പഠിച്ചാൽ മാത്രം മതിയാകും മാർക്ക് സ്കോർ ചെയ്യാൻ. ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റാണ് ബയോളജി. അപ്പോൾ നിങ്ങളുടെ CUT പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റുകളെല്ലാം തറോ ആയിട്ട് പഠിച്ചിട്ട് എക്സാം ഹാളിലേക്ക് പോവുക. ടീം സൈലം എന്നും കൂടെ ഉണ്ടാകും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.